പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം പങ്ക്തിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ മിഷണറിമാർ അവർ എന്ത് ചെയ്തു എന്ന് പറയാൻ പോകുന്നില്ല. പറയാനാണ് ഒരുപാട് സമയം എടുക്കുന്നതിലും അവർക്കെതിരെ ഉണ്ടാകുന്ന ചില പ്രസ്താവനകളാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരണയായത്. അതായത്, ഒരു യൂട്യൂബർ വളരെ തരം താഴ്ന്ന രീതിയിൽ പ്രസ്താവിക്കുന്ന നിങ്ങളും കേട്ട് കാണും. മിഷണറിമാർ ഇവിടെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. അവർ വന്നത് കച്ചവടത്തിനാണ്. അവരന്നും ഒരു കച്ചവടം ചെയ്യുന്നു, ഇന്നും കച്ചവടം ചെയ്തു. പറയുമ്പോൾ മുഖത്തോട്ട് നോക്കിയാൽ ആ വർഗീയ വിദ്വേഷം, അതിൻ്റെ വിഷം മുറ്റി നിൽക്കുന്ന ഹൃദയത്തിൻ്റെ ആ പ്രതിഫലനം ആ മുഖത്ത് കാണാൻ കഴിയും. ആർക്കും കാണാൻ കഴിയുന്ന ഒരു സന്തോഷമോ ഒരു മുഖപ്രസന്നതയോ ഇല്ലാതെ വളരെ ക്രൂരമായ രീതിയിൽ മിഷണറിമാരെ കരുതേക്കുന്നത് കണ്ടപ്പോൾ ദുഃഖം തോന്നിയിട്ടാണ് ഈ ഭാഗം പരാമർശിക്കണമെന്ന് മനസ്സിൽ തോന്നിയത്. മിഷണറിമാർ വാസ്തവത്തിൽ അവരെ ഈ വന്നിരിക്കുന്ന ഈ രാജ്യത്ത് വന്ന ശക്തികൾ അവർക്കെതിരായിരുന്നു എന്നുള്ളതാണ് സത്യം. ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അല്ലെങ്കിൽ പോർട്ടുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ വന്നിരുന്നവർ അവരാരും തന്നെ മിഷണറി പ്രവർത്തനം വന്നവരല്ല. അവർ മിഷണറിമാർക്ക് വിസ കൊടുക്കുന്ന തടസ്സം നിന്നവരാണ്. എങ്കിലും അവർ സുവിശേഷ ശക്തിയാൽ അവർ ഈ എതിർപ്പുകളെല്ലാം മറികടന്നാണ് ഇവിടെ വന്നത്. വന്നതിന് ശേഷം എന്ത് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാവുന്ന, ഇവിടെ എന്തായെന്ന് വിദ്യാഭ്യാസം കൃത്യം അറിയാവുന്നതാണല്ലോ. വിദ്യാഭ്യാസത്തിൻ്റെ കുത്തകയാക്കി വെച്ചിരുന്നു. അതും ദരിദ്രർക്കും അവകാശമില്ലായിരുന്നു. കാരണം വ്യവസ്ഥിതി എന്താണ്? ജാതി വ്യവസ്ഥിതിയാണ്. അതിനകത്ത് നമ്പൂതിരി അല്ലെങ്കിൽ ബ്രാഹ്മണൻ, അത് കഴിഞ്ഞാൽ വൈശ്യൻ അല്ലെങ്കിൽ ക്ഷത്രിയനും, അപ്പുറത്തോട്ടൊന്നും പോലെ ഈ പറയുന്ന വിജ്ഞാനം സംസ്കൃതമാണല്ലോ. അത് കേട്ടാൽ തന്നെ ശൂദ്രൻ്റെ ചെവിയിൽ ഇരുമ്പ് ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞു വെച്ചിരുന്ന രീതിയിൽ നടന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എന്തായിരുന്നു അത്? നദി കടക്കാൻ പാടില്ല. കാരണം നദി കടന്നു പോയാൽ വേണ്ടി വിദ്യാഭ്യാസം ഉണ്ടാകും, കടക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ശരി, ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവരിങ്ങോട്ട് കടന്നു വന്നത്. ശിക്ഷാരീതി തന്നെ എന്തായിരുന്നു ഇവിടെ? ആലോചിച്ച് നോക്കിയേ, ഒരു തെറ്റ് ചെയ്താൽ ഈ വ്യത്യസ്ത തലത്തിലുള്ളവർക്ക് വ്യത്യസ്ത ശിക്ഷകളാണ്. ബ്രാഹ്മണനെ എല്ലാ തെറ്റിൽ നിന്നും മുക്തി നൽകും. ബ്രാഹ്മണനെ ഒരു തുലാസിൽ ഒരു തട്ടിലെടുത്തും മറ്റെടുത്ത് ചെയ്ത് തെറ്റിൻ്റെ മറ്റൊരു കടലാസ് എഴുതി വെക്കും. ആരാണ് താഴോട്ട് തൂക്കം കൂടുതൽ, ബ്രാഹ്മൺ തൂക്കമാണ്, ബ്രാഹ്മൺ കുറ്റരഹിതനായിട്ട് പ്രഖ്യാപിക്കും. ശൂദ്രനാണെങ്കിലോ അതേ തെറ്റിനെ തന്നെ ശൂദ്രൻ നഗ്നനാക്കി പുറകോട്ട് തിരിച്ചു നിർത്തി അവൻ്റെ അടിവാരത്തിലൂടെ കൊന്തം തുളച്ച് മുകളിലേക്ക് കയറ്റി തലയ്ക്ക് അപ്പുറം വറ്റക്കെതി വന്നിട്ട് അവനെ വധിക്കും. ഇതല്ലേ ശിക്ഷാ നിയമം ഉണ്ടായിരുന്നത്. അവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയും മെക്കാളെ പ്രൂവ് വന്നതിന് ശേഷമല്ലേ ഈ മര്യാദയുണ്ടായത് ഈ കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ട് ഇവിടെ മിഷണറിമാർ വന്നെല്ലാം നശിപ്പിച്ച് തകർത്ത് കളഞ്ഞു. അവർ വന്നത് കച്ചവടത്തിനാണെന്ന് പറയുന്നവരെ ആ കഷ്ടം എന്നേ പറയാൻ പറ്റുള്ളൂ. ചരിത്രം പഠിക്കാഞ്ഞിട്ടുള്ള ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ശരി, ചില ആളുകൾക്ക് അതിനെ പ്രതികരിക്കുന്നതാണ് യൂട്യൂബിൽ, അവരെ പറ്റി അഭിനന്ദിക്കുക. ഏതായാലും ഒരു കാര്യം ശരിയാണ്, ദളിതനും ആദിവാസികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വിദ്യാഭ്യാസം ഇന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മിഷണറിമാരിൽ നിന്നാണ്. അതിനെ ശക്തമായി എതിർത്ത അതിശക്തമായ വരേണ്യ വിഭാഗം ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ അതിശക്തമായ രീതിയിൽ നേരിടാനും എതിർക്കാനും ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതല്ലേ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇന്നും അതുകൊണ്ട് ആ പ്രസക്തി മാറിയിട്ടില്ല. വിദ്യാഭ്യാസം ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അടിമകൾക്ക് സ്വയംബോധം ഉണ്ടാകും. അടിമക സ്വയംബോധം ഉണ്ടായി അവിടെ പോയി അദാനിമാർ ചെന്ന് അംബാനിമാർ ചെന്നേ വലിയ കുംഭം ഖനനം നടത്തിയിട്ട് വലിയ ഭയങ്കര മുതലെടുപ്പ് നടത്തുന്ന ഇവരുടെ ഭൂമിയിലാണ്. അവർക്ക് സ്വയംബോധം ഉണ്ടാകുമ്പോൾ അവന് വാടക ആവശ്യപ്പെടുകയും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യപ്പെടും. അടിമകളാക്കി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തൊഴിച്ചു മാറ്റാം. അതുകൊണ്ട് വിദ്യാഭ്യാസമാണ് ഇതിനകത്ത് എല്ലാം പ്രശ്നം. അതുകൊണ്ട് അത് കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാതിരിക്കാമെങ്കിൽ ഇവർ സമൂലമായിട്ട് ഒറ്റക്കെട്ടായിട്ട് വോട്ട് മുഴുവൻ ഇവർ വെട്ടിക്കകത്തുനിന്ന് വീഴും. ഇത് സാധാരണ ജനം മനസ്സിലാക്കണം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ജനമെങ്കിലും കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ വിഭ്രാന്തി പറയുമ്പോഴാണ് ദുഃഖം തോന്നുന്നത്. ചില ആളുകൾ നമ്മൾക്ക് വലിയ വിജ്ഞാനികളും ആദരവോടും കണ്ട് ചില മനുഷ്യരൊക്കെ ചില യൂട്യൂബിൽ വന്നിരുന്നുകൊണ്ട് പക്ക വർഗീയത പറയുമ്പം സങ്കടം വരും. ഇതൊരു ആഗോള അല്ലെങ്കിൽ ആ ദേശീയ അജണ്ടയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കേരളത്തിലല്ലേ, നമ്മൾ കേരളീയരല്ലേ, നമ്മളിങ്ങനെയാണോ ജീവിച്ചിരുന്നത്, ഇങ്ങനെ പരസ്പരം ബഹുമാനമില്ലാതെ സംസാരിച്ചിരുന്നോ എന്ന് ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടെടുക്കണം.
ഭരണഘടന നൽകിയിട്ടുള്ള ആ വലിയ ആനുകൂല്യങ്ങളെല്ലാം അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കുന്ന ഒരു സാഹചര്യം നിലവിൽ വരികയാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രത്യാശാപരമായ വെല്ലുവിളികൾ ഇന്ന് നേരിടുന്നുണ്ട് വിദ്യാഭ്യാസ രംഗം. തീവ്ര ദേശീയതയാണ് ഒരു പക്ഷത്ത്, മറുപക്ഷത്ത് ഭൂരിപക്ഷ വർഗീയത. ഇത് രണ്ടെണ്ണം. തീവ്രമായ ദേശീയത എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്താണ് ദേശീയത എന്ന് പറഞ്ഞാൽ. നീ ഹിന്ദു ആയിരിക്കണം എന്നാൽ ഹിന്ദുസ്ഥാൻ അതുകൊണ്ട് നീ ഹിന്ദു ആയിരിക്കണം. പറഞ്ഞു കേട്ടില്ലേ നേതാവ്? അതായത് ഇവിടെ ഒരു ഭരണഘടനയൊന്നും ഞങ്ങൾക്ക് ആവശ്യം പ്രശ്നമല്ല, കാരണം ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. ആരാണ് അറിയപ്പെടുന്ന ഭരണഘടന വലിയ പ്രസ്ഥാനത്തിന്റെ പറഞ്ഞെന്ന് ഓർക്കണം. ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയാൻ നിങ്ങൾ തന്നെ അറിയാം. ഭരണഘടന ഞങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന്. അപ്പൊ എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നതിനെ സംബന്ധിച്ച് ഒരു മോണോലിറ്റിക് ഫിലോസഫിയിലേക്കല്ലേ പോകുന്നത്. ഏകശില പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാരതത്തിന് ബഹുസ്വരതയെ മുഴുവൻ എടുത്ത് ദൂരെ കളയും. പ്ലൂറലിസം, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മനോഹരമായ ചിന്താഗതി വെച്ചുപുലർത്തുന്ന ഒരു രാജ്യം ലോകത്തും അറിയപ്പെടുന്നു. അതിൻ്റെ മഹനീയത ഈ ഒരു കാര്യത്തിലാണ്. നെഹ്റു കൂട്ടിക്കൊണ്ടു നടന്നില്ല ഈ രാജ്യത്തെ. എത്ര ഭംഗിയായിട്ട് ഇത്രയും വ്യത്യസ്തമായ ഭാഷകളും സംസ്ഥാനങ്ങളും ഒരു രാജ്യത്തെ ഒറ്റ രാജ്യമാക്കി തീർത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലല്ലേ. അതിന് മുമ്പ് എന്തായിരുന്നു ഈ ഭാരതം, രാഷ്ട്രഭാരതം എന്നൊക്കെ പറയുമ്പോൾ വാക്ക് ചില അവസരത്തിൽ നമ്മൾ അതിൻ്റെ പഴയ എന്തെങ്കിലും പാരമ്പര്യ സംസ്കാരം നോക്കി മൂക്കത്ത് വിരൽ വെച്ച് പോകും. എന്തായിരുന്നു രാഷ്ട്രഭാരതം എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് എവിടെയാ? 614 കൊച്ചു കൊച്ചു രാജ്യം. എന്ത് കൊച്ചു കൊച്ചു രാജ്യം? ഒരു രാജ്യം എന്നതാ 5, 6, 10 പഞ്ചായത്ത് ചേർന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് കിടന്ന് പരസ്പരം അടി, രാജാക്കന്മാർ തമ്മിൽ യുദ്ധം. അങ്ങനെ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് വീക്കായിരുന്ന അവസരത്തിലെ പോർച്ചുഗീസുകാരിലെ പാശ്ചാത്യം ഇവിടെ വന്നു കഴിയുമ്പോൾ അകത്ത് കയറാൻ ഇടയുണ്ടായത്. ഇവർ തന്നെയല്ലേ വിറ്റത് ഈ രാജ്യത്തെ, മറ്റാരുമില്ല. അവരാരും ഇത് കീഴടക്കിയൊന്നുമില്ല, കീഴടങ്ങിയതാ. പരസ്പര ശത്രുതയിൽ അറിയാൻ പാടില്ലാത്ത ആരാ ഉള്ളത്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിലും അതുപോലെ തന്നെ മതേതരത്വ രീതിയിലുമുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കരമായ പ്രശ്നമായി തടസ്സമായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിൻ്റെ കേരളത്തിലെ വിദ്യാഭ്യാസ സമൂഹത്തിന് മുമ്പിൽ ഇതുപോലെയുള്ള മ്ലേച്ഛതകൾ അവതരിപ്പിച്ചുകൊണ്ട് ആളുകളെ ബോധ്യപ്പെടുത്തുമെന്ന് വിചാരിച്ചാൽ അത് മൗഢ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സ്നേഹ ആദരവോടുകൂടി തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ചിന്താഗതി പിന്മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അടിച്ചമർത്തൽ പ്രത്യയശാസ്ത്രം കൊണ്ട് വന്നാൽ നിലനിൽപ്പില്ല എന്ന കാര്യം ചില യൂട്യൂബേഴ്സൊക്കെ നേരത്തെ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിലാം പാടെ മറന്ന ഒരു ദേശീയ അജണ്ടയുടെ പണം കിട്ടുന്നുണ്ടാകുമെന്ന് കരുതുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ? എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമല്ലോ. പക്ഷേ ഈ നേട്ടത്തേക്കാൾ കൂടുതൽ അതൃപ്തി മറ്റുള്ള ഈ കേൾക്കുന്നവരിലുള്ള വെറുപ്പ് സൃഷ്ടിക്കുന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അതിന് പിന്മാറേണ്ടതാണ്, തിരുത്താൻ തയ്യാറാകേണ്ടതാണ്. അപ്പം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന PM-3 എന്ന് പറയാം, അല്ലെ NEP 2020 അല്ലെ NCERT, ഈ പാഠപുസ്തകങ്ങളിലൊക്കെ പരിഷ്കരണം, അത് ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസത്തെ സവർണവൽക്കരിക്കാനുള്ള ഒരു ഭയങ്കരമായ പെടാപ്പാട് പെടുന്ന ഒരു പ്രതീതി. സത്യമാണോ ഇല്ലെന്ന് ഗവേഷണം നടത്തണം. എല്ലാം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പറയുകയല്ല, ഒരു പ്രതീതി ജനിപ്പിക്കുന്നുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തലുകൾക്ക് തയ്യാറാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് മിഷണറിമാരെ നിന്ദ്യമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് ചിലർക്ക് അതൊരു വലിയ ഭയങ്കര ഒരു ഒരു അലങ്കാരമാണ്. മിഷണറിമാരെ നിന്ദ്യമായി, മദർ തെരേസയൊക്കെ മത പരിവർത്തനത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു സത്യവിരുദ്ധമായ പ്രസ്താവനയാണത്. ആലോചിച്ച് നോക്കിയാൽ ആരുമില്ലാത്തവരെ ഈ കോടയിൽ നിന്നൊക്കെ പിടിച്ചെടുത്ത് നെഞ്ചത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം കിടത്തി ശുശ്രൂഷിച്ച് അവസാനം മരിച്ചു കഴിയുമ്പോൾ അവർ ഏത് മതത്തിൽപ്പെട്ടവരാണ് ആ മതത്തിനനുസൃതമായ സംസ്കാര ചടങ്ങ് മദർ തെരേസ കൊടുത്തുകൊണ്ടിരുന്നു. അതായത് ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല ചെയ്തിരുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിൽ തുടിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, അത് വേറെ കാര്യം. ആ സ്നേഹത്താലാണ് മറ്റുള്ള മുഖത്ത് ക്രിസ്തുവിനെ കാണാൻ സാധിച്ചതുകൊണ്ടാണ് അവർക്ക് സന്തോഷകരമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ഇവർ ആളുകളുടെ അടുത്ത് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വെറുപ്പോട് കൂടി കയ്യിലേക്ക് തുപ്പി വെച്ച ഒരാൾ തുപ്പി വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനി പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് തന്നേരെന്ന മറ്റേ കൈ നീട്ടുക ചെയ്ത ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. അപ്പൊ ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളെയൊക്കെയാണ് ഇന്ന് നിന്ദ്യപ്പെടുത്തി എന്ന് പറയാം, വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതി. ചില വലിയ ഭയങ്കര പ്രാസംഗികത പിടിക്കുന്ന ചില വനിതകളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് കേട്ടപ്പോഴും നല്ല ഭാഷയുണ്ട്, ഭാഷാശുദ്ധിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ വമിക്കുന്ന ഒരു വിഷമാണ് എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരവും ഭരണപരവുമായ അടിച്ചമർത്തലുകളുടെ അടുത്ത ഘട്ടം എന്ന് പറയും നിയമപരമായ അടിച്ചമർത്തലുകൾ. കാരണം വളരെ ആസൂത്രിത നിയമമാണ് FCRA ഇപ്പോൾ ഉദാഹരണം എന്ന് പറയുക. അതായത് ഇങ്ങനെ വരുന്ന ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സഹായം ഈ പറഞ്ഞ പ്രസ്ഥാനം വരുന്നുണ്ടെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും പാവങ്ങൾക്കും ഈ പറഞ്ഞ ആദിവാസികൾക്കും വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാം. അതല്ലേ FCRA കൊണ്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം.
ബ്ലോക്ക് ചെയ്തിട്ട് അത് നിർത്തൽ ചെയ്ത് കഴിയുമ്പോൾ അവരൊക്കെ മുക്കാലും നിവൃത്തികേടായി പോയി. പക്ഷേ മണ്ടത്തരമാകുന്ന കാര്യം ഓർക്കണേ, ഇവരെ എന്നാ കൊണ്ട് നിയന്ത്രിച്ചാലും ശരി, യേശുവേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ജനം പുറകെ പോവാം. അവർ തന്നെ പണം കളക്ട് ചെയ്യണം, അവർ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും, വിദ്യാഭ്യാസം കൊണ്ടുപോകും. അതുകൊണ്ട് ഇതൊന്ന് അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്നതിന്, അതുകൊണ്ട് നിയമപരവും ഭരണകരവുമായ രീതി അമർത്തുമെന്ന് ഉയർന്നവർ ഓർക്കണം, നിങ്ങൾ പിടിച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തനം നടക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെയൊക്കെ ഇത്തരത്തിലുള്ള രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. തന്നെ മതപരിവർത്തന നിരോധന നിയമങ്ങളൊന്നും കൊണ്ടുവരും. ഈ കാലത്ത് കേൾക്കുന്നതല്ല, എപ്പോൾ എവിടെ കേട്ടാലും ശരി. ഇപ്പോൾ ഉടനെ തന്നെ എപ്പോൾ സംഭവിക്കുന്നുണ്ട്, ബംഗാളിൽ ഭരണമേറ്റ് ഒന്നും തന്നെ സംഭവിക്കുന്ന കണ്ടില്ലേ? ഇന്നലെ മിനിഞ്ഞാന്ന് നടന്ന കാര്യമില്ലേ? പള്ളി പണിതുകൊണ്ടിരുന്ന പള്ളി അതും കുറച്ച് പേര് ചെന്ന് ആക്രമിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് 3 കുരിശുണ്ടായിരുന്നു, അത് വലിച്ചെടുത്ത് പുറത്ത് ദൂരെ കളയുന്നു. നമ്മൾ കൊണ്ടാണ്ടല്ലേ ഇരിക്കുന്നത്. ആർക്കെതിരെയാണ് പോകുന്നത്? കുരിശിനെതിരെ. ഈ കുരിശെന്താണെന്നുള്ള വിവരം ഈ ചെയ്യുന്നവർക്ക് അറിയാൻ പാടില്ല. ഈ കുരിശുണ്ട് ചെയ്യുന്നവർക്ക് തിരിച്ചടി ഉണ്ടാകുന്നുള്ളത് അവർ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ ഭാവിയിൽ. എന്നാലും അതിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ പാവങ്ങളെ മുഴുവൻ ബലിയാടുകളാക്കി ഇതിന്റെ പിമ്പിലുള്ള ഭയങ്കര നല്ല തീവ്ര ചിന്തയുള്ള ബുദ്ധിരാഷ്ട്രന്മാർ ചെയ്യുന്ന പണിയാണ് ഈ രാജ്യത്തെ മുഴുവൻ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ദുരുപയോഗങ്ങളെ വാസ്തവത്തിൽ നടത്തി നിർത്തേണ്ടതാണ്. ഈ ഭരണഘടനയ്ക്ക് ഒരു 30 അനുച്ഛേദനമുണ്ട്, വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലാണ്. അതായത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഒക്കെ സ്വതന്ത്രമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനും അത് നടത്തുവാനും അതിനകത്ത് നിയമനത്തിനും അതിൻ്റെ പ്രവേശനമൊക്കെ 100% അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറയും. അതിൻ്റെ കൃത്യമായിട്ട് കോടതി വിധി വേറെയൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ട് വളരെ അതിന്മേലാണ് ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പം മറികടന്നിട്ട് അവരുടെ അഡ്മിഷനിലും അതുപോലെ തന്നെ മക്കളെ പ്രക്രിയകളിലും ഒക്കെ അനാവശ്യമായ ഇടപെടലുകൾ ഇപ്പം നടത്തിക്കൊണ്ട് അവിടെയൊക്കെ അടിച്ചമർത്തലിന് ശ്രമിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന കാര്യം നമ്മൾ നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ തന്നെ എങ്ങോട്ടായി നീക്കം എന്ന കാര്യം, എന്തിനു വേണ്ടിയുള്ള ഈ പോക്ക് തന്നെയല്ല. ഇപ്പം അത് വന്ന് ശാരീരികമാക്കണമെങ്കിലും അതൊക്കെ സാമൂഹ്യ ബഹിഷ്കരണങ്ങളൊക്കെ വന്ന് നിൽക്കുക, ശാരീരികമായിട്ട് ആക്രമിക്കുക, തല്ലുക, മദ്യക്ക് അവസരമാക്കുക. ഇത് ലോകം മുഴുവൻ കാണുന്നുണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തികൾ. ഇപ്പം പണ്ടത്തെ പോലെ ഡിജിറ്റൽ വേൾഡാ. ഒരിടത്തൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ അറിയുക, അന്നേരം മറ്റു രാഷ്ട്രങ്ങൾ അറിയുക. നമ്മുടെ രാജ്യത്തെ മറ്റ് സമൂഹങ്ങളും രാജ്യങ്ങളുടെ മുമ്പിൽ കുനിച്ചു നിർത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഭരണാധികാരികളെ ശ്രദ്ധിക്കേണ്ടത് ഈ മതപീഡനത്തിനൊക്കെ നടക്കുന്ന സാഹചര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളതിൻ്റെ കാര്യം. അത് ഭരണാധികാരികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമല്ലേ? അധ്യാപകരെയും വൈദികരെയും കന്യാസ്ത്രീകളെ ശാരീരികമായി ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു വിട്ടത്. ലോകം മുഴുവനുള്ള ഒരു സഭയുടെ സൈനിക ശക്തിയാണ് സന്യാസിനികൾ എന്ന് പറയും. ഇവിടെ ഭാരതത്തിൽ മാത്രവുമല്ല, ലോകം മുഴുവനും ഉണ്ടതേ. അപ്പം ഇവിടെ കണ്ടവാനും പീഡിപ്പിച്ചാലേ മറ്റുള്ളവരൊക്കെ പ്രതികരിക്കും ഏതെങ്കിലും തരത്തിലൊക്കെ. എന്ന് വിചാരിച്ച് ഭയപ്പെടാൻ വേണ്ടി പറയുന്നതല്ല, ഭയപ്പെടുത്താനും പറയുന്നതല്ല. തെറ്റ് തന്നെയാണെന്നുള്ള കാര്യം അത് അംഗീകരിക്കുകയും ന്യായമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പ്രദർശനത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യേണ്ടതല്ലേ? ഇതുപോലെ കാര്യങ്ങൾ സ്വാഭാവികമായി എടുത്തെടുത്ത് പറയുന്നതാണ്. സ്റ്റാൻ സ്വാമിയുടെ കാര്യം ഈ കാര്യം തന്നെ ബന്ധപ്പെട്ട് വരുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. അത് പ്രവർത്തിച്ച ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി ആയിരുന്നല്ലോ. പിന്നെ എന്തെല്ലാം കാര്യം ആരോപണം ഉണ്ടായി, അത് പോട്ടെ. എന്തായത് സാമൂഹ്യ ബഹിഷ്കരണം മറ്റൊരു സംഗതിയാണ്. അത് സഹകരിക്കുന്ന ആൾക്കാരെ സാമൂഹികമായി ബഹിഷ്കരിക്കുക, ഗ്രാമീണ മേഖലയിലൊക്കെ വർഗീയ ഗ്രൂപ്പുകളെ സമ്മർദ്ദം ചെലുത്തി പുറത്തിറക്കാത്ത രീതിയിൽ അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലും ഇന്ന് അവലംബിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഇത് വരുന്നു കഷ്ടമാണ്. കേരളത്തിൽ വില പോവുകയില്ല ഇനി വന്നാൽ തന്നെയും. ഈ പറഞ്ഞ യൂട്യൂബിലിരിക്കുന്ന വിജ്ഞാനികളെന്ന് ഞങ്ങളൊക്കെ ധരിച്ചിരുന്ന ആൾക്കാർ, നേരത്തെ ധരിച്ചിരുന്ന അവരൊക്കെ കൊള്ളാം, വലിയ വിജ്ഞാനികളാണ്, ചരിത്രം അറിയാവുന്നവരാണ് എന്ന് ധരിക്കും, നന്മയ്ക്ക് വേണ്ടി പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആകെപ്പാടെ മുഖമെല്ലാം മാറി, ഭാവം മാറി. ഭയങ്കര മനോഹരമായ രീതിയിൽ എല്ലാം അംഗീകരിക്കുകയും കാണുകയും എല്ലാ മതങ്ങളെയൊക്കെ ഏറ്റെടുത്തുകയും എല്ലാ മതങ്ങളുടെയും വേരുകളിൽ പോയി സംസാരിക്കുകയും പ്രസംഗിക്കുകയും വലിയ യൂണിവേഴ്സിറ്റി ചാൻസലർമാരായിരിക്കും വലിയ സമിതികളൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരുടെ മുഖത്ത് ഇപ്പം കാണുന്ന ക്രൗര്യമുണ്ടല്ലോ, ആ വിറ്റുവേഗത ഇവിടെ നിന്ന് വന്നതാണ്. ഇതിൻ്റെ പിൻപിലെ വികാരം എന്താ? കേട്ടിട്ടില്ലാത്ത രീതി ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക എൻ്റെ സഹോദരൻ. വാട്ട് ആസ് റിയലി ഗൈഡിങ് യു? ഇതെന്താണ് ഗൈഡ് ചെയ്യുന്ന ആന്തരികമായ സംഗതി? അതിനകത്ത് മനസ്സാക്ഷിയുടെ ശുദ്ധിയാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതല്ലേ? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വെല്ലുവിളികൾ അത് ആത്മശോധനയ്ക്ക് പിന്നെ ആത്മശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വെല്ലുവിളികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇങ്ങനെ കാണുന്ന കാര്യങ്ങളാണ് ഈ രംഗത്തെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പറയുന്ന വലിയ വിദ്വാൻ മിഷണറിമാർ
ഒരു ചുക്കും ഇവിടെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പറച്ചിലുണ്ടാക്കുന്ന മുഖത്തെ ക്രൗര്യം ഒന്ന് കാണേണ്ടതാണ്. എൻ്റെ സഹോദര, തിരിച്ച് ചിന്തിക്കുന്ന ഇങ്ങനെയുള്ള മനസ്സിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ഞങ്ങളാരും വടിവാളും കുന്തും എടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. എന്ത് ചെയ്താലും ശരി നേരെ അങ്ങോട്ട് അക്രമം കാണിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾ സഹിക്കും. പക്ഷെ സഹിച്ചു നിൽക്കുക മാത്രമൊന്നുമല്ല, ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും മാനസാന്തരത്തിനായിട്ട് യത്നിക്കുകയും നന്മ എന്നും പ്രഘോഷിക്കുകയും ചെയ്യും. ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ആര് തടഞ്ഞാലും ശരി സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് നന്മയാണ്. അപ്പം അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ ഈ തകർക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഒക്കെ അവതാളത്തിലാക്കാത്ത രീതിയിലെ ഈ പോക്കിനെ ബന്ധപ്പെട്ടവർ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ തയ്യാറാകേണ്ടത് രാഷ്ട്രീയക്കാരോട് കൂടിയായി പറയും. രാഷ്ട്രീയക്കാരോട് കൂടിയാ പറയുന്നത്. ഈ കാര്യങ്ങൾ ബോധ്യമില്ലേ? എത്ര വർഷങ്ങളായി കാര്യം എന്തേലും സംസ്കരിച്ചാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയില്ലേ? ആ ജനാധിപത്യ രീതിയിലുള്ള നീക്കങ്ങളും അതിനുള്ള സംവിധാനങ്ങളും കോടതിയുടെ ഇടപെടലുകളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ? അതൊക്കെ പെട്ടെന്ന് പൊടുന്നനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഒരു മോണോലിത്തിക് യുഗം ഇന്ത്യയെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അത് അപഹാസ്യമായി തീരുകയല്ലേ ഉള്ളൂ. ജനം അംഗീകരിക്കുമോ? വടക്കേന്ത്യ കുറേ കാലം നടക്കും. പക്ഷേ എന്നാലും ജനത്തിന് അടിമകളായിട്ട് ജനത്തിന് ബോധമുണ്ടായി കഴിയുമ്പോൾ തിരിച്ചടിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. സത്യത്തിന് വിരുദ്ധമായിട്ട് പോകുന്നതിനെതിരെ ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ ആളുകളിലേക്ക് ചിന്തകൾ മാറി വരാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഏകശിലാവാദം, മറ്റൊരുത്തി പറഞ്ഞാൽ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം എല്ലാ തലങ്ങളിലും ഇതിനായിട്ട് ശ്രമിക്കുന്നത് എന്തൊരു കഷ്ടമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതുമാത്രം കൊള്ള നടക്കുന്ന സ്ഥലം എവിടെയായിരിക്കും. അത് പ്രതിഷ്ഠിക്കാൻ പോയിട്ട് ഒരു പ്രധാനമന്ത്രി പോകുന്നത് എന്തൊരു കഷ്ടമായിരുന്നു. അത് ഒരു മതത്തിൻ്റെ ആയിട്ട് പ്രതിഷ്ഠിക്കാനാണോ പ്രധാനമന്ത്രി വെച്ചിരിക്കുന്നത്? നെഹ്റു അജ്ഞേയവാദിയായെന്ന് പറയുന്നത് എത്ര നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ എല്ലാ മതങ്ങളെ ഒരുപോലെ തന്നെ കണ്ടിരുന്നു. അതാണ് ഈ പണിക്ക് പോവുക. ആ പോയതിൻ്റെ ഫലമല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോയി പ്രതിഷ്ഠിച്ചതിൻ്റെ ഫലമല്ല ഇപ്പം എന്താ? കോടികളുടെ നഷ്ടം, കോടികളുടെ കള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം ആരെ ഇതിനകത്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്? എങ്ങോട്ട് ഇതൊക്കെ പോകുന്നത്? അപ്പം അതുകൊണ്ട് ഈ ഒറ്റ ചിന്താഗതി വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ അതൊരിക്കലും ശരിയാവില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വേണം ഏകീകൃത ആയിട്ടുള്ള ഒരു ഭരണരീതി. ഇത് ഈ നാനാത്വത്തിൽ ഏകത്വം മുഖമുദ്രയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മനോഹരമായ രാജ്യത്തിന് ചേർന്നതല്ല. ഇവിടെ നാനാ ജാതികളുണ്ട്, നാനാ ഭാഷകളുണ്ട്, നാനാ തരത്തിലുള്ള വർഗ്ഗങ്ങളുണ്ട്. അവരൊക്കെ അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഭരണാധികാരിയുടെ പ്രധാനപ്പെട്ട ചുമതല. അല്ലാതെ സവർണവൽക്കരിക്കാനായിട്ട് അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കാൻ പെടാൻ വേണ്ടി. അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലേക്ക് പോയാൽ അതൊട്ടും ശരിയാവുകയില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ പുലർത്തിക്കൊണ്ട് വന്ന ആ പ്ലൂറലിസം ഉണ്ടല്ലോ, നാനാത്വം എന്ന് പറയുന്ന സംഗതി, അത് കടലുണ്ണി പോലെ സംരക്ഷിക്കപ്പെടണം. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം, ആദരിക്കാൻ പഠിക്കണം. മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ സംരക്ഷിക്കാൻ പഠിക്കണം. അവരെ ആരെയും തല്ലിക്കൊല്ലാനോ അവരെയൊക്കെ വടിവാളെടുത്തുകൊണ്ട് അവരെയൊക്കെ അടിച്ചു ഓടിക്കാനോ ഒക്കെ ശ്രമിച്ചാൽ തിരിച്ചടി വരുന്നത് ഇങ്ങനെ ശ്രമിക്കുന്നവരെ ഓടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം ആവേശം കൊണ്ടും കൂടുതലായിട്ട് ആവേശം കൊള്ളും. അതിന് അങ്ങനെ രീതി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചരിത്രത്തെ മാറ്റി എഴുതാനുള്ള ആ കാര്യങ്ങൾ ആ ശ്രമത്തിൽ ഇവിടെ വലിയ സംഭാവന നൽകിയ ഏജൻസികളൊക്കെ മുഴുവൻ തമസ്കരിച്ച് ഇല്ലാണ്ടാക്കി നിന്ദിച്ച് കാണിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്ന കാര്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബഹുസ്വരയ്ക്കെതിരെയുള്ള നീക്കത്തിനെ ശക്തമായ രീതിയിൽ എതിർക്കാനും അതിന് വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ നല്ല മനോഹരമായ ദൈവികമായ ധർമ്മപരമായ കാഴ്ചപ്പാടിൽ മുമ്പോട്ട് നീങ്ങുവാൻ നമുക്ക് കഴിക്കണം. അതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തവരും നിരീശ്വരനും ഒക്കെ ഒരുപോലെ അവകാശമുള്ള രാജ്യം തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആദിവാസി ആളുകൾ വിദ്യാഭ്യാസം തടയുക എന്നുള്ളത് ഒരു എഴുതപ്പെടാത്ത ഒരു നയം. ആദിവാസികൾ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല. എഴുതപ്പെടാത്ത നയം. ബാക്കി ഞാൻ പറയുന്നില്ല. ഇതിന് മുമ്പ് നടന്നത് എന്താണ്, മഹാത്മജിയുടെ കാലത്ത് നടന്നത് എന്താണെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം ഇവിടെ ഇത് ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എവിടെ നിന്ന് വന്നതാണ്? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആ വിദ്യാഭ്യാസത്തെ തടയുക എന്നുള്ള നയം അത് തിന്മയാണ് എന്നുള്ള കാര്യം അവർക്ക് അവകാശപ്പെട്ടതാണ്. ദളിതർക്കും ആദിവാസികൾക്കും വിദ്യാഭ്യാസം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സത്യം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന കാര്യങ്ങൾ അത് നിലനിൽക്കണം. അത് നിലനിൽക്കുന്ന രാജ്യം പുരോഗമിക്കുകയുള്ളൂ. വർഗീയ ചിന്തകളിൽ അല്ലെങ്കിൽ വർഗീയ ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യരെ ആക്രമിക്കുന്ന
വർഗീയ ആക്രമണങ്ങളിൽ നമ്മൾ ഇന്ന് 12ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിൽ എന്തൊരു സ്ഥാനമാണ് നമുക്കുള്ളത്? നന്മയിൽ നിൽക്കേണ്ട ഒരു രാജ്യം, എല്ലാ കാലത്തും ചേരിചേരാ നയത്തോടെ എല്ലാ കാലത്തും നന്മയിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ വന്ന് ഈ വർഗീയതയിൽ 12ാം സ്ഥാനം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുമാത്രം അകന്നുപോയി ഐഡിയയിൽ നിന്ന്, ഭാരതത്തിൻ്റെ ഐഡിയയിൽ നിന്ന്. ഈ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറയും എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ശരിയായിട്ടുള്ള ആ റിയലായിട്ടുള്ള ജനാധിപത്യ സംസ്കാരത്തിൽ നിന്ന് അകന്നു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് നമ്മൾ വൈവിധ്യത്തെ അംഗീകരിക്കുകയും ഏകൃത ഭാവത്തെ നിരാകരിക്കുകയും ഏകശിലാവാദത്തിനെതിരായി നിൽക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യനും നന്മ, ഗാന്ധിജി പറഞ്ഞ പോലെ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന് അവന് നന്മയും സൗഭാഗ്യവും ലഭിക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ക്രൈറ്റീരിയൻ എന്ന് മഹാത്മജി പറഞ്ഞത് അനുസ്മരിക്കുന്നു. ഒരിക്കൽ കൂടി ഇനിയെങ്കിലും ഈ മിഷണറിമാരെ കരുതി കേൾക്കാനായിട്ട് ഇടയാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.